ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ 5ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 2024 പുതിയ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച് ഓണം എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പ്രവർത്തനം 1 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ നോക്കൂ. 0, 2, 9, 8 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് 8 നാലക്ക സംഖ്യകൾ എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് എഴുതുക? അപ്പോൾ നോക്കൂ, ഇത് എഴുതുമ്പോൾ 0 ആദ്യത്തെ സംഖ്യ ആയിട്ട് കൊടുത്താൽ അത് നാലക്ക സംഖ്യ ആവില്ല അല്ലേ. ബാക്കിയുള്ള ഏത് സംഖ്യ ആദ്യം കൊടുത്താലും നമുക്കത് നാലക്ക സംഖ്യ ആയിട്ട് എഴുതാൻ പറ്റും. ഇപ്പോൾ നോക്കൂ, നമ്മൾ 2 ആദ്യം കൊടുത്തു കഴിഞ്ഞാൽ 2098, അതായത് 2098. അതുപോലെ 2089, പിന്നെ 2809 കൊടുക്കാം, 2890 കൊടുക്കാം, പിന്നെ 2908, 2980, പിന്നെ 2ൻ്റെത് കഴിഞ്ഞു അല്ലേ. അപ്പം നമ്മൾ ഇനി 8 ആദ്യം വെച്ചിട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ 8029, 8092 അങ്ങനെ കൊടുക്കാം. ഇനി ഇതുപോലെ ഒരുപാട് എണ്ണം നമുക്ക് ഉണ്ടാക്കാം. നമ്മളോട് 8 എണ്ണമാണ് ഉണ്ടാക്കാൻ പറഞ്ഞത്, അതുകൊണ്ട് ഒരു 8 എണ്ണം ആക്കിയിട്ട് നമുക്ക് എഴുതാം. ഇനി ഇതിൽ തന്നെയുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. മുകളിൽ തന്നിട്ടുള്ള 4 അക്കങ്ങൾ ഉപയോഗിച്ച് എഴുതാവുന്ന ഏറ്റവും വലിയ സംഖ്യയും ചെറിയ സംഖ്യയും എഴുതുക എന്നുള്ളത്. അപ്പോൾ ഏതാണ് ഇതിൽ ഏറ്റവും വലിയ സംഖ്യയായിട്ട് നമുക്ക് എഴുതാൻ പറ്റുക എന്നുള്ളതും ഏതാണ് ചെറിയ സംഖ്യയായിട്ട് എഴുതാൻ പറ്റുക എന്ന് നോക്കാം. അപ്പോൾ വലിയ സംഖ്യ എഴുതണമെങ്കിൽ ആ തന്നിട്ടുള്ള അക്കങ്ങളിൽ ഏറ്റവും വലിയ ആ സംഖ്യ നമ്മൾ ആദ്യം എഴുതുക, അതായത് 9 എന്ന് ആദ്യം എഴുതുക. പിന്നെ അതിൻ്റെ താഴെ ഉള്ളത് 8 എഴുതുക, പിന്നെ അതിൻ്റെ താഴെ 2 എഴുതുക, പിന്നെ 0 എഴുതുക അല്ലേ. അപ്പോൾ 9820 ഈ 4 അക്കങ്ങൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത്. ഇനി ഏറ്റവും ചെറിയ സംഖ്യ ഏതായിരിക്കും? ഇനി ഏറ്റവും ചെറിയ അക്കങ്ങൾ ആദ്യം എഴുതി തുടങ്ങണം. പക്ഷേ അതിൽ ചെറുത് 0 0 എഴുതി കഴിഞ്ഞാൽ അത് 4 അക്ക സംഖ്യ അല്ലാതായിട്ട് മാറും അല്ലേ, 3 അക്കങ്ങളായിട്ട് മാറും. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം 2 എന്ന് എഴുതാം, എന്നിട്ട് 0 എന്ന് കൊടുക്കാം. പിന്നെ ഇതിനെന്ത് എഴുതാം? 89, അതായത് 2089 ഈ 4 അക്കങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത്. ഇങ്ങനെ എഴുതണം, മനസ്സിലായോ? വലിയ സംഖ്യ ചോദിക്കുമ്പോൾ വലിയ അക്കങ്ങളിൽ നിന്ന് താഴേക്ക് എഴുതി പോവുക. ചെറിയ സംഖ്യ ചോദിക്കുമ്പോൾ ചെറുതിന്ന് മേലേക്കാണ് എഴുതി പോകേണ്ടത്. ഇതിൽ 0 ചെറുത്, പക്ഷേ അത് ആദ്യം എഴുതാൻ പറ്റാത്തതുകൊണ്ട് അത് കഴിഞ്ഞിട്ടുള്ള സംഖ്യ, അതായത് 2 എന്ന് എഴുതി, എന്നിട്ട് അതിനുശേഷം 0 എഴുതി കൊടുക്കുക. എന്നിട്ട് പിന്നെ ഏറ്റവും ചെറിയ സംഖ്യ, അതായത് 8 എഴുതുക, പിന്നെ 9 എഴുതുക. അതാണ് ഈ 4 അക്കങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ എന്ന് പറയുന്നത് അല്ലേ. ഇനി ഇതിലുള്ള അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. മുകളിൽ തന്നിട്ടുള്ള 4 അക്കങ്ങൾ ഉപയോഗിച്ച് എഴുതിയ ഏറ്റവും വലിയ സംഖ്യയും ഏറ്റവും ചെറിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ച് നോക്കുക, എന്നിട്ട് എത്രയാണ് കിട്ടുന്നത് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇതിൽ വലിയ സംഖ്യ എത്രയാണെന്നും ചെറിയ സംഖ്യ എത്രയാണെന്നും നമ്മൾ എഴുതിയില്ലേ. എത്രയൊക്കെയാണ്? 9820 വലിയ സംഖ്യ, അതുപോലെ 2089 ചെറിയ സംഖ്യ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 9820 2089 കുറക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് വ്യത്യാസം കാണുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നതല്ലേ. അറിയില്ലെങ്കിൽ ഞാനൊന്ന് പറഞ്ഞു തരാം. നോക്കൂ, ആ ഒരു 9820 എന്ന് എഴുതുക, താഴെ 2089 എന്ന് എഴുതുക അല്ലേ. എന്നിട്ട് എന്താ ചെയ്യുക? വലത് ഭാഗത്തു നിന്ന് ഇടത്തോട്ടാണ് കുറക്കുക. അതായത് ആ 0 നിന്ന് 9 കുറക്കാൻ പറ്റുമോ നോക്കുക. 0 നിന്ന് 9 കുറക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അപ്പുറത്ത് നിന്ന് കടെടുക്കുക. അപ്പുറത്ത് എന്താണ്? 2 ആ 2 നിന്ന് 1 കടെടുക്കുമ്പോൾ 10 എന്നാവും അല്ലേ. 0 എന്നുള്ളതിൻ്റെ അപ്പുറത്തൊരു 1 ഇട്ട് കൊടുക്കുമ്പോൾ അത് 10 എന്നാവും. എന്നിട്ട് 10 നിന്ന് 9 കുറക്കുക. 10 നിന്ന് 9 കുറക്കുമ്പോൾ എത്രയാണ്? 1. അപ്പോൾ അത് താഴെ എഴുതുക. ഇനിയോ ആ 2 എന്നുള്ളത് നമ്മൾ 1 കടെടുത്ത് കഴിഞ്ഞില്ലേ, ബാക്കി എന്താ അവിടെ ഉള്ളത്? അവിടെ 1 ഉള്ളത് അല്ലേ. അപ്പോൾ ആ 1 നിന്ന് 8 കുറക്കാൻ കഴിയുമോ? കഴിയില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും അപ്പുറത്ത് നിന്ന് 1 കടെടുക്കുക, അതായത് ആ 8 നിന്ന് 1 കടെടുക്കുക. അപ്പോൾ 8 എന്നുള്ളത് 7 ആയിട്ട് മാറും. അതുപോലെ ആ 1 കടെടുത്തത് കൊണ്ട് തന്നെ ഈ 1 എന്നുള്ളത് എന്താവും? 11 ആവും. ഇനി ആ 11 നിന്ന് 8 കുറക്കുക. 11 നിന്ന് 8 കുറക്കുമ്പോൾ 3 എന്ന് താഴെ എഴുതാൻ പറ്റും. പിന്നെ അതിന് അപ്പുറത്തുള്ളത് 7 ആയിട്ടുണ്ടല്ലേ. 8 നിന്ന് 1 കടം പോയില്ലേ, അപ്പോൾ ബാക്കി 7 ആയിട്ടുണ്ട്. 7 നിന്ന് 0 കുറക്കുക എന്ന് പറഞ്ഞാൽ 7 തന്നെയാണ്. ഇനി 9 നിന്ന് 2 കുറച്ചാലോ? അപ്പോഴും 7 ആണ് അല്ലേ. അപ്പോൾ 7731 നമുക്ക് ആൻസർ കിട്ടും. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. താഴെ തന്നിട്ടുള്ള ജോഡികളിലെ ഗുണനഫലങ്ങളിൽ വലുത് ഏതെന്നും ചെറുതിനേക്കാൾ എത്ര കൂടുതലെന്നും എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കുറേ നമ്പേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നോക്കൂ, നമുക്കിത് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ എന്താണ്? 23 × 8 28 × 3 അല്ലേ. ഇതിലേതാണ് വലുത് നോക്കണം. അതുപോലെ ഇതിൽ വലുത് ചെറുതിനേക്കാൾ എത്രയാണ് വലുതിന് കൂടുതലുള്ളതെന്നും കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിലേതാ വലുത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മളിത് ഗുണിച്ച് നോക്കാതെ തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് പഠിച്ചിരുന്നു അല്ലേ. എന്താണ്? 23 എന്നുള്ളതിനെ 20 + 3 എന്ന് എഴുതുക, എന്നിട്ട് 8 കൊണ്ട് ഗുണിക്കുക. അതായത് 20നെയും 8 കൊണ്ട് ഗുണിക്കണം, 3നെയും 8 കൊണ്ട് ഗുണിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ 20 × 8 + 3 × 8 എന്ന് എഴുതുക. അതുപോലെ തന്നെ 28 × 3 എങ്ങനെയാണ് എഴുതുക? 28 എന്നുള്ളതിനെ നമുക്ക് 20 + 8 എന്ന് എഴുതാം അല്ലേ, × 3. അപ്പോൾ എന്ത് ചെയ്യണം? 20നെയും 3 കൊണ്ട് ഗുണിക്കണം, 8നെയും 3 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 20 × 3 + 8 × 3 എന്ന് എഴുതാൻ പറ്റും.
ഇനി നോക്കൂ, ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് 3 × 8 ഉണ്ട് അല്ലേ. ഒന്നിൽ 8 × 3, ഒന്നിൽ 3 × 8. അത് തുല്യമല്ലേ. അപ്പം നമുക്കത് ഒഴിവാക്കി നോക്കാം. ബാക്കി എത്ര വരുന്നത്? ഒന്നിൽ 20 × 8 ആണ്, ഒന്നിൽ 20 × 3 ആണ്. അപ്പോൾ ഏതാ വലുത്? 20 × 8 വരുന്നതല്ലേ. അപ്പോൾ ഏതാണ് ഇതിൽ വലുതെന്ന് ചോദിച്ചാൽ നമുക്ക് ഏത് പറയാം? 23 × 8 തന്നെയാണ് വലുത് എന്ന് പറയുന്നത്. എത്ര വലുതാണ് നോക്കൽ എങ്ങനെയാണ്? 20 × 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 × 8 എത്രയാണ്? 16 അല്ലേ. പിന്നെ ഒരു 0 കൂടെ ഇട്ട് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ 20 × 8 കിട്ടും. അപ്പോൾ എത്രയാണ്? 160 എന്ന് കിട്ടും. അതുപോലെ 20 × 3 20 × 3 2 × 3 നോക്കുക, എന്നിട്ട് ഒരു 0 കൂടി ഇട്ട് കൊടുക്കുക. 2 × 3 6 ആണ്. 6ക്ക് ഒരു 0 കൂടി ഇട്ട് കൊടുത്താൽ 60 എന്ന് കിട്ടും. അപ്പോൾ ഒന്ന് 160 ആണ്, ഒന്ന് 60 ആണ് അല്ലേ. 160 എന്നുള്ളത് 20 × 8 ആണ് കേട്ടോ. പക്ഷേ 23 × 8 ആണ് കാണാനുള്ളത്. ആ 3 × 8 രണ്ടിലും കോമൺ ആയിട്ടുള്ളത് കൊണ്ട് അതിനെ നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ട്. ബാക്കി നോക്കിയിട്ട് കുറച്ച് നോക്കിയാലും മതി. ഇനി അതും കൂടെ കൂട്ടിയാണ്ട് കുറച്ചാലും ഒരേ ആൻസർ തന്നെയാണ് കിട്ടുക. അപ്പം നമുക്ക് എത്ര കിട്ടുന്നത്? 160 ന്ന് 60 കുറക്കുമ്പോൾ 100 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. അതായത് അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 100 ആയിരിക്കും. അതായത് അവ തമ്മിലുള്ള വ്യത്യാസം അറിയാനായിട്ട് അത് പൂർണ്ണമായിട്ട് ഗുണിച്ച് നോക്കണമെന്നില്ല. കോമൺ ആയിട്ടുള്ള ഭാഗം ഒഴിവാക്കിയിട്ട് ബാക്കി ഗുണിച്ച് നോക്കിയിട്ട് അതിൽ നിന്ന് കുറച്ചാലും എന്ത് കിട്ടും? നമുക്ക് എത്രയാണ് അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് കിട്ടും. അപ്പോൾ 100 ആയിരിക്കും. ഇപ്പോൾ 23 × 8 നിങ്ങൾ ഗുണിച്ച് നോക്കിയിട്ട് 28 × 3 ഗുണിച്ച് നോക്കിയിട്ട് അത് കുറച്ചാലും എന്ത് തന്നെയാണ് നമുക്ക് കിട്ടുക? 100 തന്നെയാണ് ആൻസർ കിട്ടുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയാണിത്. അതായത് 160 ന്ന് 60 കുറച്ചപ്പോൾ അങ്ങനെ നമുക്ക് 100 എന്ന് കിട്ടി. വ്യത്യാസം 100 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇതിൽ തന്നെയുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ 12 × 7 ആണോ അതോ 17 × 2 ആണോ വലുത് നോക്കണം. പിന്നെ അവ തമ്മിൽ വലുതും ചെറുതും തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ട് എന്നുള്ളതും കാണണം. അപ്പോൾ നോക്കൂ, 12 × 7 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 12 എന്ന് പറഞ്ഞാൽ 10 + 2 ആണ് അല്ലേ. അപ്പോൾ 10 + 2 × 7 എന്ന് എഴുതാം. 10 + 2 × 7 എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിലുള്ള 2നെ നമുക്ക് 7 കൊണ്ട് ഗുണിക്കണം. അതായത് 10നെയും 7 കൊണ്ട് ഗുണിക്കണം, 2നെയും 7 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എങ്ങനെ എഴുതാം? 10 × 7 + 2 × 7 എന്ന് എഴുതാൻ പറ്റും. ഇനി അടുത്ത എന്താണ്? 17 × 2 ആണ് അല്ലേ. അപ്പോൾ അതിനെങ്ങനെയാണ് എഴുതുക? 17 എന്ന് പറഞ്ഞാൽ 10 + 7 ആണ്. അപ്പോൾ 10 + 7 × 2 എന്ന് എഴുതാം. ഇനിയോ 10നെയും 2 കൊണ്ട് ഗുണിക്കണം, 7നെയും 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എങ്ങനെ എഴുതാം? 10 × 2 + 7 × 2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി നോക്കൂ, രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് ഏതാണ്? 2 × 7 അല്ലെങ്കിൽ 7 × 2 അല്ലേ. 2 × 7 എന്ന് പറഞ്ഞാലും 7 × 2 എന്ന് പറഞ്ഞാലും തുല്യമല്ലേ. അതുകൊണ്ട് അത് രണ്ടും കോമൺ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അതിനെ മാറ്റി നിർത്തിയാൽ ബാക്കി വരുന്നത് ഏതാണ് വലുത്? ഒന്ന് 10 × 7 ആണ്, ഒന്ന് 10 × 2 ആണ്. അപ്പോൾ ഏതാ വലുത്? 10നെ 7 കൊണ്ട് ഗുണിക്കുമ്പോഴാണോ 10നെ 2 കൊണ്ട് ഗുണിക്കുമ്പോഴാണോ വലിയ സംഖ്യ കിട്ടുക? 10നെ 7 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് അല്ലേ. അപ്പോൾ 10 × 7 വരുന്ന ആ ഒരു ഇതാണ് വലുത്. അതായത് 12 × 7 ആണ് ഈ രണ്ടെണ്ണത്തിലും വലുത് എന്ന് പറയുന്നത്. അപ്പോൾ ഏതാ വലുത് എന്ന് ചോദിക്കുമ്പോൾ 12 × 7 എന്ന് എഴുതാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വ്യത്യാസം കാണാൻ വേണ്ടി നേരത്തെ ചെയ്ത പോലെ തന്നെ ആ കോമൺ ആയിട്ടുള്ള രണ്ടിലും ഒരേപോലെയുള്ളതിനെ മാറ്റി നിർത്തി ബാക്കി തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിച്ചാൽ മതി. അതായത് 2 പിന്നെ × 7 അല്ലെങ്കിൽ 7 × 2 നോക്കണ്ട. ബാക്കി നോക്കിയാൽ എത്രയാണ്? ഒന്ന് 10 × 7 ആണ്, ഒന്ന് 10 × 2 ആണ് അല്ലേ. 10 × 7 എന്ന് പറഞ്ഞാൽ എത്രയാ? 70 ആണ്. മറ്റേൽ 10 × 2 എന്ന് പറഞ്ഞാലോ 20 ആണ്. അപ്പോൾ അവ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിച്ചാൽ മതി. അതായത് 70 എന്ന് 20 കുറക്കുക. അപ്പോൾ എത്ര കിട്ടുന്നത്? 50 ആണ്. അപ്പോൾ ആ രണ്ട് സംഖ്യകൾ, അതായത് 12 × 7 ഉം 17 × 2 തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞത് എത്രയാണ്? 50 ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത സംഖ്യകൾ നോക്കൂ. 15 × 9 ആണോ അതോ 19 × 5 ആണോ വലുത് നോക്കണം. വലുതും ചെറുതും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നും കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് 15 × 9നെ എങ്ങനെ എഴുതാൻ നോക്കാം. 15 × 9 15 എന്നുള്ളതിനെ നമുക്ക് 10 + 5 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ 10 + 5 × 9 ആണ്. 10 + 5 × 9 എന്ന് പറഞ്ഞാൽ 10നെയും 9 കൊണ്ട് ഗുണിക്കണം, 5നെയും 9 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 10 × 9 + 5 × 9 എന്ന് എഴുതാൻ പറ്റും. ഇനി അടുത്തത്, അതായത് 19 × 5നെ എങ്ങനെ എഴുതാൻ നോക്കാം. അതിൽ 19 എന്നുള്ളതിനെ നമുക്ക് 10 + 9 എന്ന് കൊടുക്കാം അല്ലേ. അപ്പോൾ 10 + 9 × 5 ആണ് കാണേണ്ടത്. 10നെയും 5 കൊണ്ട് ഗുണിക്കണം, 9നെയും 5 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 10 × 5 + 9 × 5 എന്നും എഴുതാൻ പറ്റും. ഇനി ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് ഏതാണെന്ന് നോക്കുക. ഏതാണ്? 5 × 9 രണ്ടിലും ഉണ്ട് അല്ലേ. ഒന്നിൽ 5 × 9, ഒന്നിൽ 9 × 5, രണ്ടും തുല്യമല്ലേ. അപ്പോൾ അതിനെ മാറ്റി നിർത്തിയാൽ ബാക്കി ഏതാ വലുത് നോക്കാൻ എളുപ്പമല്ലേ. എന്താണ്? ഒന്ന് 10 × 9 ആണ്, ഒന്ന് 10 × 5 ആണ്. ഏതായിരിക്കും വലുത്? 10 × 9 ആണോ 10 × 5 ആണോ? 10 × 9 തന്നെയാണ് വലുത് അല്ലേ. അപ്പോൾ 10 × 9 ആണ് വലുത് എന്ന് പറഞ്ഞാൽ ഏതാണ് സംഖ്യ? 15 × 9 എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗത്തുള്ളതല്ലേ. അപ്പോൾ 15 × 9 ആണ് വലിയ സംഖ്യ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അതിൻ്റെ വ്യത്യാസം എത്രയാണെന്ന് കണ്ടുപിടിക്കണം.
അപ്പോൾ വ്യത്യാസം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ കോമൺ ആയിട്ടുള്ള ഭാഗം ഒഴിവാക്കി ബാക്കിയുള്ളതിൻ്റെ വ്യത്യാസം നോക്കിയാൽ മതി. അതായത് 10 × 9 എത്രയാണ്? 90 അല്ലേ. അതുപോലെ മറ്റേ ഭാഗത്തോ 10 × 5 അപ്പോൾ എത്രയാണ്? 50 ആണ്. ഇനി എന്ത് ചെയ്യാൻ മതി? വ്യത്യാസം കാണാൻ വേണ്ടിയിട്ട് 90 ന്ന് 50 കുറക്കുക. അപ്പോൾ എത്ര കിട്ടുന്നത്? 40 എന്ന് ആൻസർ കിട്ടും അല്ലേ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഈ പ്രവർത്തനത്തിലുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? 16 × 8 ആണോ 18 × 6 ആണോ വലുത് നോക്കണം. അത് എത്ര വലുതാണ്, അതായത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നും കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കൂ, നേരത്തെ ചെയ്ത പോലെ തന്നെ 16 × 8 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? 16 × 8 എന്നുള്ളതിൽ 16നെ നമുക്ക് 10 + 6 എന്ന് എഴുതാം അല്ലേ. 10 + 6 അല്ലേ 16 എന്ന് പറയുന്നത്. ഇനി അതിനെ 8 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ 10നെ 8 കൊണ്ട് ഗുണിക്കണം, 6നെ 8 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എങ്ങനെയാണ് എഴുതാം? 10 × 8 + 6 × 8 എന്ന് എഴുതാം അല്ലേ. ഇനി 18 × 6 നോക്കണം. അപ്പോൾ 18 × 6 18നെ നമുക്ക് 10 + 8 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ 10 + 8 × 6 എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? 10നെ 6 കൊണ്ട് ഗുണിക്കണം, 8നെ 6 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എങ്ങനെ എഴുതാം? 10 × 6 + 8 × 6 എന്ന് എഴുതാൻ പറ്റും. ഇനി നോക്കൂ, രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് ഏതാണ്? 6 × 8 അല്ലേ. 6 × 8 അല്ലെങ്കിൽ 8 × 6 രണ്ടും തുല്യമല്ലേ. അത് രണ്ടിലും ഉള്ളതാണ്. അതുകൊണ്ട് അതിനെ മാറ്റി നിർത്തിയാൽ ബാക്കി ഏതാണ്? ഒന്നിൽ 10 × 8ഉം ഒന്നിൽ 10 × 6ഉം ആണ്. അപ്പോൾ അതിലേതാണ് വലുത്? 10 × 8 അല്ലേ. 10 × 6നേക്കാളും വലുതാണ് 10 × 8 എന്ന് പറയുന്നത്. അപ്പോൾ വലിയ സംഖ്യ ഏതായിരിക്കും? 10 × 8 ഉള്ള ഭാഗത്ത്, അതായത് 16 × 8 ആണ് വലുത് എന്ന് പറയുന്നത്. ഇനി ആ വലുതെന്ന് ചെറുത് കുറച്ചാൽ എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ആ കോമൺ ആയിട്ടുള്ള ഭാഗം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതിൻ്റെ എത്രയാണ് വ്യത്യാസം നോക്കിയാൽ മതി അല്ലേ. അതായത് 10 × 8ഉം 10 × 6ഉം അല്ലേ. 10 × 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 80 ആണ് അല്ലേ. 10 × 8 80 അല്ലേ. പിന്നെ 10 × 6 എന്ന് പറഞ്ഞാലോ 60 ആണ്. അപ്പോൾ 80ന്ന് 60 കുറക്കുക, അപ്പോൾ 20 എന്ന് കിട്ടും അല്ലേ. അതായത് 16 × 8 എന്നുള്ള സംഖ്യ ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യയിൽ നിന്ന് 18 × 6 ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യ കുറച്ച് കഴിഞ്ഞാൽ 20 ആയിരിക്കും ആൻസർ കിട്ടുക. അപ്പോൾ വ്യത്യാസം = 20 നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇനി മൂന്നാമത്തെ പ്രവർത്തനം തൊട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.